ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജിമെയിലിൽ പ്രൊമോഷണൽ മെയിലും കൊണ്ട് നിങ്ങൾ നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ടിപ്സാണ്. ജസ്റ്റ് വൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രൊമോഷണൽ മെയിൽസും ഈ പറയുന്ന ബാക്കിയുള്ള സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഞാനിത് സിസ്റ്റത്തിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളെല്ലാവരും സാധാരണ പോലെ നമ്മുടെ ഗൂഗിൾ മെയിൽ എടുക്കുക. ഇവിടെ മുകളിൽ നോക്കുമ്പോൾ നമുക്കൊരു സെറ്റിങ്സ് കാണും. ഓക്കെ, റൈറ്റ് സൈഡ് കോർണറിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കുറേ സെറ്റിങ്സ്, ഡിഫോൾട്ട്, കംഫർട്ടബിൾ, കോമ്പാക്റ്റ് അങ്ങനെ പറഞ്ഞ പല ലേഔട്ട്സ് നമുക്കിവിടെ കാണും. അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് സി ഓൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിലിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് വരും. ഫസ്റ്റിൽ നമ്മൾ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാം. രണ്ടാമത്തെ ലേബലാണ്. ലേബിൾ ജസ്റ്റ് ഒന്ന് അടുത്തത് സ്കിപ്പ് ചെയ്യുക. അടുത്ത ഇൻബോക്സ് ആണ്. ഇൻബോക്സ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സിമ്പിളാണ്. നമുക്കിവിടെ കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലേ. പ്രൈമറി ഉണ്ട്, പ്രൊമോഷൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ മെയിൽസോ സോഷ്യൽ മീഡിയേൻ്റെ മെയിൽസോ അപ്ഡേറ്റ്സോ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി തൊട്ട് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന പ്രൊമോഷണൽ മെയിൽസോ ബാക്കിയുള്ള കണ്ടന്റോ നമുക്ക് എന്ത് ചെയ്യില്ല, വരൂല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്കത് എത്രത്തോളം അതിൻ്റെ ഗുണമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സേവ് ചേഞ്ചസ് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാണാൻ വേണ്ടി പറ്റും. എൻ്റെ മെയിലായിട്ടുള്ള പ്രൈവറ്റ് മെയിൽസ് മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് തന്നെ ഡിലീറ്റ് ആയി അല്ലെങ്കിൽ റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ സൈഡിൽ കാണിച്ചു കഴിഞ്ഞാലും അതുണ്ടാവില്ല, കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് നമ്മുടെ മെയിൽ അഡ്രസ് നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് ആസ് എ പ്രൊഫഷണൽ രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു ചെറിയ ടിപ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് സജസ്റ്റ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇതേപോലുള്ള വീഡിയോസിന് മറക്കാതെ ചാനലിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.